ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ട്രാവൽ വിത്ത് യാച്ചു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് സൂറത്തിൽ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥ. പിന്നെ കോവിഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. കംപ്ലീറ്റ്ലി കോവിഡിന് മുമ്പേ ഉള്ള ആ ഒരു നോർമൽ സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെയുള്ള മാസ്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും ഒരു നിർബന്ധമല്ല ഇവിടെ. എന്നാലും നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയും കോവിഡിൻ്റെ ഇതനുസരിച്ചിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടാണ് പോകുന്നത്. അപ്പോൾ കേസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫാക്ടറിയിലേക്കാണ്. അപ്പം ഫാക്ടറി ഇത് സ്റ്റിച്ചിങ് ഫാക്ടറിയാണ്, അതായത് സ്റ്റിച്ചിങ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ കാണാം, എങ്ങനെയാണ് ഇവിടുത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിലും സൂറത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഡിസൈൻ ചെയ്യുന്നത് ഇതാണ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൻ്റെ. അതിൽ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് മെഷീനിൽ തുണി വെച്ച് ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലെ. അപ്പം മെഷീനിൽ കുറേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിത് ഈ റെഡ് ലൈറ്റ് കാണുന്നത് അത് നൂല് കട്ടായി എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഏതിൽ നിന്നാണ് നൂല് കട്ടായതെന്നുള്ളത്. അത് അവർ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വീണ്ടും എന്താക്കും, മെഷീൻ ഓൺ ചെയ്യും. ഫാക്ടറിയിൽ പോയാലും ചായ അടിപൊളിയാണ്, സൂപ്പർ ചായ ആണ്. എത്രയോ കുടിക്കേണ്ടത് ഈ ഒരു ചെറിയൊരു കപ്പൽ, വളരെ ചെറിയ കപ്പൽ. ഇത് കുടിച്ചാൽ തന്നെ മതി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആർക്കേട്ടി മാർക്കറ്റിലാണ്, സൂറത്തിലെ ആർക്കേട്ടി മാർക്കറ്റിലാണ്. വലിയൊരു മാർക്കറ്റാണ് ആർക്കേട്ടി മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടാണ് എല്ലാ സാധനവും കിട്ടുന്നത്.
ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇതും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പോലെ തന്നെ വേറൊരു മാർക്കറ്റാണ് രഘുവീർ പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട്. ഇതും സൂറത്തിലാണ്. ഇത് നമ്മൾ രഘുവീർ പ്ലാറ്റിനം നിന്ന് തിരിച്ച് സൂറത്തിലേക്ക് മെയിൻ ടൗണിലേക്ക് പോകുമ്പം ഉള്ളൊരു കാഴ്ചയാണ് കണ്ടത്. നല്ല പഞ്ചാബി ലസ്സി. ഗുജറാത്തിൽ വന്നിട്ട് ലസ്സി കുടിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വല്ല ഇതാണ്. സൂറത്തിൻ്റെ ലസ്സിയാണ്. അപ്പോൾ ഗെയ്സ്, ഇത് കാണുന്നത് ബൈക്ക് എടുത്ത് പോകുന്നതാണ്. അതായത് നോ പാർക്കിങ്ങിൽ വെച്ച ബൈക്ക് ഉണ്ടല്ലോ, അതെടുത്ത് കൊണ്ടുപോകുന്നതാണ്. ട്രാഫിക് റൂൾസിൽ അതെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഓണേഴ്സൊക്കെ ഉണ്ട്. ബൈക്കിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എടുത്ത് ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ള ബൈക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഗെയ്സ്, നമ്മളിപ്പം നൈറ്റിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് സൂറത്തിലെ മാർക്കറ്റിൽ. ഇത് നൈറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റാണ് ഈ കാണുന്നത്. നൈറ്റിലുള്ള വെജിറ്റബിൾ മാർക്കറ്റ് മാത്രമല്ല, അപ്പുറത്ത് ഡ്രസ്സിൻ്റെതും റീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ എല്ലാം കറങ്ങുന്ന സമയത്ത് വെജിറ്റബിൾ മാർക്കറ്റിലും കൂടി വന്ന് കയറിപ്പോയതാണ്. ഇപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റായി കാണുന്നത് നൈറ്റിലൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ സൂറത്ത് നിന്ന് മുംബൈയിലേക്ക് എത്തി. മുംബൈയിൽ രാവിലെ എത്തി. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ സാന്താക്രൂസ് ഒരു മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ പോകുന്നത് നമ്മൾ ബാൻഡ്രയിലുള്ള സീലിംഗ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇപ്പോൾ കേസ് മുംബൈയിൽ നിന്ന് നേരെ നാട്ടിലേക്കുള്ള വഴിയാണ്. ട്രെയിനിലാണുള്ളത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നെക്സ്റ്റ് വേറെയും കൂടി ഒരു വീഡിയോ ഉണ്ട് സൂറത്തിലൊരു ഷോപ്പിൻ്റെ. അവിടെ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടുന്ന അതിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.